ഈ പ്രതികൾക്കെല്ലാം ഇപ്പോൾ ഉപാധികളോടെ ജാമ്യം കിട്ടുന്നൊരു സാഹചര്യമാണ്. അതൊരു സ്വാഭാവിക നടപടിയായിട്ട് അങ്ങ് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പിന്നെ? ഇല്ല, സ്വാഭാവിക നടപടിയായിട്ട് കാണുമെന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാര്യം എന്നാൽ എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിരാശമാണ്. കാരണം അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും. ഈ പ്രതികൾക്ക് ഇത്ര ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്ത ഈ പ്രതികൾക്ക് ഒരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ല. പിന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് നമ്മൾ പറയും പോലെ അല്ലല്ലോ, അവിടെ തെളിവുകൾ വേണമായിരിക്കും, സാക്ഷികൾ വേണമായിരിക്കും, സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് വേണമായിരിക്കും. അതിനെക്കുറിച്ച് നിയമം എനിക്ക് കൂടുതൽ അറിയില്ല. നമ്മളെ വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നിരാശയാണ് ഇങ്ങനെ ഒരു ജാമ്യം കൊടുത്തത്. പിന്നെ അത് പറയണ ഈ കേസ് CBI കയ്യിലെത്തി. CBI ആണ് ഇതിനെ എതിർത്തത്, ശരിയാ. CBI കയ്യിൽ എത്തിയപ്പോൾ തന്നെ ഈ കേസ് ഒന്ന് നശിപ്പിച്ച് ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാമോ ആ രീതിയിലെല്ലാം നശിപ്പിച്ചിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് CBI കയ്യിൽ കൊടുത്തത്. അത് എടുത്ത് പറയണം, നമുക്ക് അതും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം നശിപ്പിച്ചു, തെളിവുകൾ നശിപ്പിച്ചു, സാക്ഷികളെ സ്വാധീനിച്ചു. കാര്യം എന്നാൽ കൊന്നത് SFI നേതാക്കന്മാരാണല്ലോ. അതുകൊണ്ട് അവർക്ക് എങ്ങനെ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. അതൊക്കെ ഇത്രയും മാക്സിമം നശിപ്പിച്ചിട്ടാണ് CBI കയ്യിൽ ഈ കേസ് കിട്ടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ചിലപ്പോൾ അവർക്ക് തെളിവുകൾ ഇത്ര സമയം കൊണ്ട് കിട്ടിക്കാണില്ലായിരിക്കും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകൾ കിട്ടും, അവസാനം അവർ ശിക്ഷിക്കപ്പെടും. ചിലപ്പോൾ ഒരു വധശിക്ഷ തന്നെ അവർ കിട്ടിക്കൂടാന്നില്ല, അത് കിട്ടണം. ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തമെന്നുള്ള ഒരിക്കലുമല്ല, അതൊരിക്കലുമല്ല. അവർ ശിക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ വിചാരണ തടവുകാരായിട്ട് തന്നെ കേസിനെ നേരിടണം, അങ്ങനെ ഒരു ആഗ്രഹം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. വിചാരണ തടവുകാരായിട്ട് അവസാനം വരെയും അവർ കേസിനെ നേരിടണമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നേരിടണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള അവർക്ക് തെളിവുകൾ വേണം. അതിനുള്ള കോടതിയിൽ അവർക്ക് സ്ഥാപിക്കണം സോളിഡായിട്ടുള്ളത്. അതിനെ നശിപ്പിച്ചു. അതിന് ഏകദേശം സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് പോലീസും ആ രീതിയിലുള്ള എല്ലാ തെളിവുകളും നശിപ്പിച്ചു. കൊന്നത് SFI ആൾക്കാരായതുകൊണ്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റും നശിപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെ എല്ലാ തെളിവുകളും നശിപ്പിച്ച് കിട്ടുന്ന സാധനം കൊണ്ട് പെട്ടെന്ന് അപ്പോൾ നമുക്ക് വിചാരിക്കുമ്പോൾ അവസാനം വരെ വിചാരണ തടവുകാരായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി സ്റ്റേറ്റ് ഗവൺമെൻറ് കേസ് അന്വേഷിക്കണമായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് കേസ് ആത്മാർത്ഥതയോടെ അന്വേഷിക്കാത്തതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവസാനം ഈ കേസ് CBI വൈകിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 പേരെ സസ്പെൻഡ് ചെയ്തായിരുന്നു. നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് തോന്നുന്നു. വൈകിപ്പിക്കാൻ വേണ്ടി 3 ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്തു ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ. ആ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഏറ്റവും അവസാനം സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആ വ്യക്തിയെ പ്രൊമോഷനോടുകൂടി അടുത്ത് ജോലി കൊടുത്തു. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം എന്നൊക്കെ പറയുന്ന കണക്ക്. അതുകൊണ്ട് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് നശിപ്പിച്ച് നരകതയാക്കിയ ഒരു കേസായത്. ഏതൊക്കെ രീതിയിൽ തെളിവ് നശിപ്പിക്കാൻ പറ്റുമോ? കൊന്നത് SFI കാരനായതുകൊണ്ട്, SFI കാരന്മാരായിക്കൊണ്ട്, യൂണിയൻ നേതാക്കന്മാരായിക്കൊണ്ട്. മുഖ്യമന്ത്രിക്ക് ഇതിനകത്തൊരു ആത്മാർത്ഥത ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അങ്ങ് കരുതുന്നത്? എനിക്ക് തോന്നുന്നില്ല ആത്മാർത്ഥം ഉണ്ടായില്ല എന്നുള്ളത്. എനിക്ക് ഉണ്ടാവോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ 15 ദിവസം അല്ലെങ്കിൽ 2-3 ആഴ്ച, 1 മാസം വരെ എന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കില്ലല്ലോ. അത്രയ്ക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ കേസന്വേഷണം പ്രഖ്യാപിച്ചു, CBI അന്വേഷണം മാർച്ച് 9 പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് കൊടുക്കണമായിരുന്നു എല്ലാ പേപ്പറും കാര്യങ്ങളെല്ലാം, അത്രയ്ക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ. അതായത് മാർച്ച് 9 ഏറ്റവും അവസാനമായിട്ട് CBI അന്വേഷണം, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിടണം, ഏതെങ്കിലും ഒരു അന്വേഷണം ആയില്ലേ. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് CBI അന്വേഷണത്തിന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കാര്യത്തിൽ ഉത്തരവിട്ടിട്ടുണ്ടോ ഇല്ലയെന്ന്. അല്ല, ഓരോ ആവശ്യം ഓരോ CBI അന്വേഷണം ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, അയ്യോ അദ്ദേഹം വിട്ട് കാണും, ഈ കേസ് എന്തായി, എന്ത് കേസായി വിട്ട് കാണും. ഒരൊറ്റ CBI കേസ് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആഭ്യന്തരമന്ത്രി നമ്മുടെ കാര്യം അവിടെ ഇരിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഴ്ചയല്ല, അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല. ചേട്ടൻ കരുതുന്നുണ്ട് ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനോ കേസിന്റെ അട്ടിമറിക്കാനോ ഒക്കെ ഉള്ളൊരു നീക്കം ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും? ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കും. കാരണം എന്നാൽ അവർക്ക് ഈ പ്രതികളെക്കുറിച്ച് നിങ്ങൾക്ക് പറയുമ്പോൾ ഈ 20 പേരെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയില്ലായിരിക്കും. എല്ലാവരുടെ ബാക്ക്ഗ്രൗണ്ടും ഞാൻ നല്ലവണ്ണം പഠിച്ചതാണ്. ഏറ്റവും ഈ കിടക്കുന്നവരെ, ഇനി പുറത്ത് നിൽക്കുന്ന കുറ്റവാളികളെക്കുറിച്ച് ഞാൻ നല്ലവണ്ണം പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ അകത്താണെങ്കിൽ പോലും, അത് പുറത്തിറങ്ങിയെങ്കിൽ പോലും നല്ല രീതിയിൽ സ്വാധീനം അവിടെ നടത്താം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടത്താം. അതിപ്പം എന്ത് ഉപാധിയാണെങ്കിലും ചിലപ്പോൾ ഉപാധി കാണിക്കും. നമ്മളൊക്കെ നിയമം അനുശാസിക്കുന്ന ഉപാധികൾ കൊടുക്കും. ആ സ്റ്റേറ്റിൽ പോകണ്ട, ഈ സ്റ്റേറ്റിൽ പോകണ്ട, ഈ ഡിസ്ട്രിക്റ്റിൽ പോകണ്ട എന്നൊക്കെ. ഇപ്പോഴത്തെ നമ്മളൊരു നാട്ടുനടപ്പനുസരിച്ചിട്ട് എന്താ പറയുക, ഒരു മൊബൈൽ ഫോണും ഒരു ചെറിയ റൂമും ഉണ്ടെങ്കിൽ ലോകം നമ്മളെ വിരൽത്തുമ്പിലിരുന്ന് നമുക്ക് നിയന്ത്രിക്കാം. പുറത്തിറങ്ങി വിട്ട് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും തെളിവ് നശിപ്പിക്കും, സാക്ഷികളെ സ്വാധീനിക്കും. അത് പിന്നെ ഈ ബഹുമാനപ്പെട്ട കോടതി നിയമത്തിൻ്റെ രീതിയിലായിരിക്കും ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുവിടാം. എന്തായാലും കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ വിഷമമാണ്. അതിനാലും സിദ്ധാർത്ഥൻ്റെ മരണം അറിഞ്ഞപ്പോൾ ഉള്ളൊരു വിഷമമുണ്ടാകും നമുക്ക്. ശരിക്കും അതുപോലൊരു വിഷമോ ഈ ചെന്നായ്ക്കളെ തുറന്നു വിട്ടപ്പോഴും നമുക്ക് തോന്നുന്നു.
CBI അന്വേഷണത്തിൽ CBI അന്വേഷണം നമുക്ക് അതിന്റെ പ്രോഗ്രസും കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അവർക്ക് പറയാൻ പറ്റില്ല. ഇതുവരെ പോകുന്ന കാര്യം നമുക്ക് തൃപ്തമാണ്, നല്ല രീതിയിൽ പോകുന്നുണ്ട്.